അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, മസ്ജിദ് നബവിയിൽ നടന്ന ഒരു ജനാസയ്ക്കിടയിൽ അതിശയകരമായൊരു കാഴ്ച പ്രത്യക്ഷപ്പെട്ടു. ആകാശത്തിന്റെ ഉയരങ്ങളിൽ നിന്ന് വിചിത്രവും അസാധാരണവുമായൊരു കുതിര താഴേക്കിറങ്ങി വരുന്നത് കാണപ്പെട്ടു. ആ കുതിര ജനാസയുടെ തൊട്ടടുത്ത് വന്നു നിന്നു. അതിനുശേഷം അവിടെ നടന്ന ദൈവികമായ അത്ഭുതം കണ്ടുനിന്ന എല്ലാവരും ഉറക്കെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. ദയവായി ഇത് അവസാനം വരെ കാണുകയും ഈ സത്യം കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യുകയും ചെയ്യുക. സുഹൃത്തുക്കളെ, നമുക്ക് തുടങ്ങാം. സുഹൃത്തുക്കളെ, മസ്ജിദുൻ നബവി അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഏറ്റവും മഹത്തായ പള്ളികളിലൊന്നാണ്. ഇസ്ലാമിലെ ഏറ്റവും പുണ്യപ്പെട്ട രണ്ടാമത്തെ സ്ഥലമാണിത്. മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലെ മദീന നഗരത്തിലാണ്. സൗദി ഭരണകാലത്ത് പള്ളിയുടെ ഏറ്റവും വലിയ വിപുലീകരണം നടന്നത് 1994-ലാണ്. ഇന്ന് പ്രവാചകന്റെ റൗള എന്നറിയപ്പെടുന്ന മുറി ഈ പള്ളിയുടെ തെക്ക് കിഴക്കേ മൂലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിലാണ് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ് എന്നിവരെ കബറടക്കിയിരിക്കുന്നത്. അതിനു മുകളിലായാണ് പച്ചഗുബ്ബ നിർമ്മിച്ചിരിക്കുന്നത്. മസ്ജിദുൻ നബവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്നാണിത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കാബയുടെ തീർത്ഥാടനത്തിനായി സൗദി അറേബ്യയിൽ പോകുന്നവർ ഉംറയോ ഹജ്ജോ നിർവഹിച്ച ശേഷം തീർച്ചയായും പ്രവാചകന്റെ അന്ത്യവിശ്രമ സ്ഥലം സന്ദർശിക്കാൻ മദീന ശരീഫിലേക്ക് പോകും. മദീനയിലെ മണ്ണ് ലഭിക്കാൻ ഭാഗ്യമുള്ളവർ, അതായത് മദീന ശരീഫിൽ വെച്ച് മരണപ്പെടുന്നവർ അങ്ങേയറ്റം ഭാഗ്യവാന്മാരാണെന്ന് പറയപ്പെടുന്നു. അവരുടെ ജനാസ വലിയ ആദരവോടെ ജന്നത്തുൽ ബഖീയിലേക്ക് കൊണ്ടുപോകുകയും അവിടെ മറമാടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഉംറയ്ക്കോ ഹജ്ജിനോ ആയി സൗദി അറേബ്യയിൽ പോകുന്ന ഓരോ മുസ്ലിമിനും മദീനയിലെത്തുമ്പോൾ തിരികെ വരാതിരിക്കാൻ ആഗ്രഹമുണ്ടാവുന്നത്. അതായത് അവിടെ വെച്ച് മരിക്കാനും മദീനയിലെ മണ്ണിൽ ചേരാനും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ മദീനയിൽ വെച്ച് മരണം സംഭവിക്കുകയും അവിടുത്തെ മണ്ണ് ലഭിക്കുകയും ചെയ്യുന്നവർ വളരെ കുറവാണ്. ഭൂരിഭാഗം ആളുകളും ഹജ്ജിനോ ഉംറയ്ക്കോ സൗദിയിൽ പോയി മക്കയും മദീനയും സന്ദർശിച്ച് സുരക്ഷിതമായി വീടുകളിലേക്ക് മടങ്ങുന്നു. മദീന സന്ദർശനത്തിന് പോയി അവിടെ വെച്ച് മരണപ്പെടുകയും മദീനയിലെ മണ്ണ് ലഭിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാർ വളരെ അപൂർവമാണ്. സുഹൃത്തുക്കളെ, അതുപോലെ ഉംറയ്ക്കോ ഹജ്ജിനോ എപ്പോൾ മക്കയിലും മദീനയിലും പോകുമെന്നോർത്ത് ദിവസങ്ങളോളം അസ്വസ്ഥനായിരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജിനോ ഉംറയ്ക്കോ മക്കയിലും മദീനയിലും പോകണമെന്നത് അദ്ദേഹത്തിന്റെ ഹൃദയംഗമമായ ആഗ്രഹമായിരുന്നു. എന്നാൽ ഓരോ തവണയും എന്തെങ്കിലും തടസ്സങ്ങൾ കാരണം അദ്ദേഹത്തിന് മക്കയിലും മദീനയിലും പോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് പണവും സമ്പത്തും എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും അറിയാത്ത ചില കാരണങ്ങളാൽ മക്കയിലും മദീനയിലും പോകുന്നത് തടയുന്ന എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇത്തവണ അദ്ദേഹം അല്ലാഹുവിന്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയും ധാരാളം ദുആകൾ നടത്തുകയും ചെയ്തു. അല്ലാഹു ഇത്തവണ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. അതുകൊണ്ട് എന്തുതന്നെ സംഭവിച്ചാലും ഇത്തവണ കാബ സന്ദർശിക്കാൻ സൗദി അറേബ്യയിൽ പോകുമെന്നും ശേഷം മക്കയിൽ നിന്നും മദീന ഷരീഫിലേക്ക് പ്രവാചകന്റെ സന്ദർശനത്തിനായി തീർച്ചയായും പോകുമെന്നും അദ്ദേഹം ഉറച്ച തീരുമാനമെടുത്തു. കഠിനമായ പരിശ്രമത്തിനൊടുവിൽ അദ്ദേഹം സൗദി അറേബ്യയിലെത്തി. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് അല്ലാഹുവിന്റെ ഭവനമായ കാബ സന്ദർശിക്കുകയായിരുന്നു. കാബയുടെ വിരിയിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങി. അദ്ദേഹം കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചുറ്റുമുള്ള ആളുകൾ അദ്ദേഹത്തെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ വരുന്ന ഓരോ മുസ്ലിമിന്റെയും അവസ്ഥ ഇതാണെന്ന് അവിടെയുള്ളവർക്കറിയാം. ഓരോ മുസ്ലിമിന്റെയും ഹൃദയം അവിടെ വെച്ചു തേങ്ങുകയും അല്ലാഹുവിനോട് അപേക്ഷിക്കാനും യാചിക്കാനും തോന്നുകയും ചെയ്യും. ഈ മനുഷ്യന്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. അദ്ദേഹം ശക്തമായി കരഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം വളരെ ഭക്തിയോടെ ഉംറ നിർവഹിക്കുകയും അല്ലാഹുവിനെ ആരാധിക്കുകയും പാപമോചനം തേടുകയും ചെയ്തു. ഉംറ സുരക്ഷിതമായി പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം മദീന ശരീഫിലേക്ക് യാത്ര തിരിച്ചു. ഇന്ന് അദ്ദേഹം അതീവ സന്തോഷവാനായിരുന്നു. അത് അദ്ദേഹത്തിന്റെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. ജീവിതത്തിലെ എല്ലാ സന്തോഷവും ഇന്ന് ലഭിച്ചതുപോലെ തോന്നി. തുടർന്ന് മദീന ശരീഫിലെ പ്രവാചകന്റെ അന്ത്യവിശ്രമസ്ഥലത്ത് പ്രവേശിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും പൊട്ടിക്കരയാൻ തുടങ്ങി. പ്രവാചകന്റെ അനുഗ്രഹീത റൗളയുടെ അഴികളിൽ പിടിച്ച് അദ്ദേഹത്തിന്റെ കണ്ണുനീർ നിലയ്ക്കാതെ ഒഴുകി. ഇതുകണ്ട് അവിടെയുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി. കാരണം ആ സ്ഥലത്ത് കൂടുതൽ സമയം നിൽക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആരെയും അനുവദിക്കാറില്ല. എന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമായതിനാൽ
ആരെയും തന്റെ അടുത്തേക്ക് വരാൻ അദ്ദേഹം അനുവദിച്ചില്ല. പ്രവാചകന്റെ അനുഗ്രഹീത ഗ്രില്ലിൽ തലവെച്ച് അദ്ദേഹം തുടർച്ചയായി കരയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ ഗുരുതരമായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം അവിടെ നിലത്തു വീണു. ഇത് കണ്ട് അവിടെയുണ്ടായിരുന്നവർ ആശങ്കയിലാവുകയും ഈ മനുഷ്യന് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കാനും തുടങ്ങി. നിമിഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കരഞ്ഞ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ബോധരഹിതനായി വീണു. ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി. മുഖത്ത് വെള്ളം തളിക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടിരുന്നു. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങി. ഇത് കണ്ട് അവിടെയുണ്ടായിരുന്ന എല്ലാവരും അദ്ദേഹത്തിന് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നോർത്ത് ആകെ വിഷമത്തിലായി. ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഡോക്ടർമാർ നൽകിയ വാർത്ത എല്ലാവരെയും വേദനിപ്പിച്ചു. അദ്ദേഹം ജീവിക്കാൻ വളരെ കുറച്ച് സാധ്യതയേ ഉള്ളൂ എന്നും അദ്ദേഹത്തിന് വളരെ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ എന്നും ഡോക്ടർമാർ പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹത്തോടൊപ്പം കുടുംബാംഗങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്വേഷണത്തിൽ അദ്ദേഹം ഒരു ട്രാവൽ ഏജന്റ് വഴിയാണ് വന്നതെന്ന് കണ്ടെത്തി. ഉടൻ തന്നെ ട്രാവൽ ഏജന്റിനെ ബന്ധപ്പെടുകയും അവർ വഴി വന്ന ഈ പേരിലുള്ള യാത്രക്കാരൻ ഇവിടെയുണ്ടെന്നും അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും ജീവിക്കാൻ സാധ്യത കുറവാണെന്നും അറിയിച്ചു. അതിനാൽ ഈ വാർത്ത ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ അറിയിക്കണം. തുടർന്ന് ട്രാവൽ ഏജന്റ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ വിവരമറിയിച്ചു. മൃതദേഹം നാട്ടിലേക്ക് അയക്കണോ അതോ മദീന ഷരീഫിൽ മറവു ചെയ്യണോ എന്ന് അവരോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെക്കുറിച്ചും ചോദിച്ചു. ഇത് കേട്ട കുടുംബം മദീനയിലെ മണ്ണ് ലഭിക്കണമെന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നുവെന്ന് പറഞ്ഞു. ഇതിനായി അദ്ദേഹം കരഞ്ഞ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലാഹുവേ, ഞാൻ കഅബയിലും മദീന ഷരീഫിലും പോകുമ്പോൾ എനിക്ക് അവിടെ വെച്ച് മരണം നൽകുകയും ആ സ്ഥലത്തെ മണ്ണുകൊണ്ടെന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങനെ അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം അദ്ദേഹം അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. അതിനാൽ ജന്നത്തുൽ ബഖീയിൽ അദ്ദേഹത്തെ മറവു ചെയ്യാൻ കുടുംബം അനുവാദം നൽകി. അവിടെയുള്ള പ്രതിനിധികൾ അദ്ദേഹത്തിന്റെ കബറടക്കത്തിനായി വളരെ നല്ല ക്രമീകരണങ്ങൾ ചെയ്തു. അദ്ദേഹത്തിന് ഗുസൽ നൽകിയ ശേഷം മയ്യത്ത് നിസ്കാരത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. മയ്യത്ത് നിസ്കരിക്കാനായി ഇമാമിന് പിന്നിൽ എല്ലാവരും നിരന്നുനിന്നു. ആ സമയത്ത് ധാരാളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ എണ്ണം ഏകദേശം 500ഓളം വരുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത്രയധികം ആളുകൾ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തതിൽ നിന്നും വ്യക്തമാണ് ഈ മനുഷ്യൻ വളരെ ഭാഗ്യവാനാണെന്ന്. ഇമാം മയ്യത്ത് നിസ്കാരം പൂർത്തിയാക്കി മാറി നിന്നപ്പോൾ മദീന ഷരീഫിൽ പെട്ടെന്ന് ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. പെട്ടെന്ന് കാലാവസ്ഥയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും മനസ്സിലായില്ല. പെട്ടെന്ന് ഇമാമിന്റെ ശ്രദ്ധ ആകാശത്തേക്ക് പോയി. പക്ഷി പോലെയുള്ള എന്തോ ഒന്ന് താഴേക്ക് പറന്നുവരുന്നതായി അദ്ദേഹത്തിന് തോന്നി. അത് പതുക്കെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയും അതിന്റെ രൂപം വലുതാവുകയും ചെയ്തു. ഇമാം ഈ കാഴ്ച വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുകയും ചെയ്തു. എന്നാൽ വിചിത്രമായ കാര്യം, ഇമാമിന് പിന്നിൽ നിൽക്കുന്ന ആളുകൾ തികച്ചും സാധാരണ നിലയിലായിരുന്നു എന്നതാണ്. അവർ ഒന്നും കാണുന്നില്ല എന്നതുപോലെയായിരുന്നു അത്. പെട്ടെന്ന് ആ പക്ഷി പോലെയുള്ള രൂപം താഴേക്കിറങ്ങി. അതൊരു പക്ഷിയല്ല, തങ്ങളുടെ നേരെ പറന്നുവരുന്ന ഒരു കുതിരയാണെന്ന് കണ്ട് ഇമാം ഞെട്ടിപ്പോയി. തുടർന്ന് ആ കുതിര വന്ന് ജനാസയുടെ തൊട്ടടുത്ത് നിന്നു. ഇത് കണ്ട് അസ്വസ്ഥനായ ഇമാം തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹത്തിന് പിന്നിലുള്ള ആളുകൾ സാധാരണ നിലയിലായിരുന്നു. ഈ കാഴ്ചകൾ തനിക്ക് മാത്രമേ കാണാൻ കഴിയൂ എന്ന് ഇമാമിന് മനസ്സിലായി. അതിനാൽ അദ്ദേഹം മൗനം പാലിക്കുകയും ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്തു. കുതിര മരിച്ചയാളുടെ അടുത്ത് ചെന്ന് അയാളുടെ ചെവിക്കരികിൽ നിന്നു. അത് അദ്ദേഹത്തെ സൂക്ഷ്മമായി നോക്കാൻ തുടങ്ങി. പെട്ടെന്നത് തന്റെ മുൻകാലുകൾ രണ്ടും ഉയർത്തി ഉറക്കെ ശബ്ദമുണ്ടാക്കി. ഇതെല്ലാം ചെയ്ത ശേഷം ആ കുതിര വന്നതുപോലെ തന്നെ ആകാശത്തേക്ക് തിരികെ പറന്ന് അപ്രത്യക്ഷമായി. ഒരു മലക്ക് കുതിരയുടെ രൂപത്തിൽ മരിച്ചയാളെ സ്വീകരിക്കാൻ വന്നതാണെന്ന് തോന്നി. ഇത് കണ്ട ഇമാം അവിടെ വെച്ച് സുജൂദിൽ വീഴുകയും ഈ മനുഷ്യനു വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അല്ലാഹുവേ, ഇദ്ദേഹത്തിന്റെ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകണമേ. ഇദ്ദേഹം പാപിയാണെങ്കിൽ പുറത്തു കൊടുക്കണമേ. ഇതിനുശേഷം മരിച്ചയാളെ മറവു ചെയ്യാൻ സമയമായെന്ന് ഇമാം പിന്നിൽ നിൽക്കുന്നവരോട് ആംഗ്യം കാണിച്ചു. തുടർന്ന് എല്ലാവരും മരിച്ചയാളുടെ അടുത്തേക്ക് നീങ്ങി അദ്ദേഹത്തെ തോളിലേറ്റി അല്ലാഹു അക്ബർ എന്ന വിളികളോടെ ജന്നത്തുൽ ബക്കിയിലേക്ക് നീങ്ങാൻ തുടങ്ങി. അതേസമയം ഇമാം വളരെ സംതൃപ്തനായി കാണപ്പെട്ടു. കാരണം ഈ മനുഷ്യൻ അല്ലാഹുവിന് വളരെ പ്രിയപ്പെട്ടവനാണെന്നും അതുകൊണ്ടാണ് അല്ലാഹു ഇത്രയും വലിയൊരു കാഴ്ച തനിക്ക് കാണിച്ചു തന്നതെന്നും ഇമാമിന് മനസ്സിലായി. അല്ലാഹു അക്ബർ. സുഹൃത്തുക്കളെ, ഈ സംഭവങ്ങളെല്ലാം കേട്ടുകഴിയുമ്പോൾ അല്ലാഹു തന്റെ ദാസന്മാർക്ക് നൽകുന്ന അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം.
മദീനയിലെ മണ്ണിൽ മറവു ചെയ്യപ്പെടുന്നതും അതിനു മുകളിൽ ഇത്തരമൊരു ദൈവിക ദൃശ്യം പ്രത്യക്ഷപ്പെടുന്നതും തീർച്ചയായും വളരെ മഹത്തായ കാര്യമാണ്. എന്നാൽ മദീന ഷരീഫിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്നും ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന അത്തരം നിരവധി അത്ഭുതങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് മറ്റൊരു അത്ഭുതം കൂടി കാണാം. കൂടാതെ മദീന ഷരീഫുമായി നേരിട്ട് ബന്ധമുള്ള 2 അറിയപ്പെടുന്ന സംഭവങ്ങൾ കൂടി നിങ്ങളോട് പറയാം. സുഹൃത്തുക്കളെ, ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ മസ്ജിദുൻ നബവിയിലെ പച്ചക്കുബ്ബയെ വലിയ സ്നേഹത്തോടും ഭക്തിയോടും കൂടിയാണ് നോക്കുന്നത്. കാരണം ഈ അനുഗ്രഹീത കുബ്ബയുടെ തണലിലാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തിന്റെ അനുചരന്മാരായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ് എന്നിവരുടെയും അന്ത്യവിശ്രമ സ്ഥലങ്ങൾ. മസ്ജിദുൻ നബവിയിൽ പോകുന്ന എല്ലാ മുസ്ലിങ്ങളും പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ് എന്നിവരുടെയും പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ദൂതന്റെ അന്ത്യവിശ്രമ സ്ഥലത്തിനു മുകളിൽ ഒരു താഴികക്കുടമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിനെ നമ്മൾ പച്ചക്കുബ്ബ എന്ന് വിളിക്കുന്നു. ഈ താഴികക്കുടത്തിന് മുകളിൽ ഒരു അടയാളമുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അതിന്റെ ചിത്രം കണ്ടിട്ടുണ്ടാകും. എന്താണ് ഈ അടയാളം? ഇതുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഈ സ്ഥലത്ത് നിന്ന് പ്രവാചകന്റെ ഒരു അത്ഭുതം വെളിപ്പെട്ടതെന്നും പറയപ്പെടുന്നു. ഈ അടയാളത്തിന്റെ സത്യമെന്താണ്? അതോടൊപ്പം ഈ വീഡിയോയിൽ നമ്മൾ പ്രവാചകന്റെ അറയുടെ ചരിത്രമെന്താണെന്നും കാലാകാലങ്ങളിൽ അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയെന്നും നിങ്ങളോട് പറയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പച്ച ഗുബ്ബയെക്കുറിച്ചും ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നു. എന്നാൽ അതിനു മുമ്പ് പ്രവാചകന്റെ അറ എന്ന് വിളിക്കപ്പെടുന്ന അനുഗ്രഹീത അറയെക്കുറിച്ചും ഞങ്ങൾ പറയും. ഈ അറയിൽ പ്രവാചകൻ വിശ്വാസികളുടെ മാതാവായ ആയിഷ ബീവിയോടൊപ്പം താമസിച്ചിരുന്നു. സ്വർഗത്തിലെ പൂന്തോട്ടങ്ങളിൽ നിന്നുള്ള ഒരു പൂന്തോട്ടമെന്ന ബഹുമതിയുള്ള മസ്ജിദുൻ നബവിയുടെ ഭാഗത്തേക്കാണ് ഇതിന്റെ വാതിൽ തുറക്കുന്നത്. പ്രവാചകന്റെ വിയോഗം നടന്നത് ഈ അനുഗ്രഹീത മുറിയിൽ വെച്ചാണെന്ന് ഓർക്കുക. ഇസ്ലാമിന്റെ പ്രവാചകനെ എവിടെ മറവു ചെയ്യണമെന്നതിനെക്കുറിച്ച് സഹാബികൾ പരസ്പരം കൂടിയാലോചിച്ചു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പ്രവാചകന്മാരുടെ ആത്മാവ് പിടിച്ചെടുക്കപ്പെടുന്ന സ്ഥലത്ത് തന്നെയാണ് അവരെ മറവു ചെയ്യുന്നത് എന്ന് അല്ലാഹുവിന്റെ ദൂതൻ പറഞ്ഞ ഒരു ഹദീസ് പരാമർശിച്ചു. പ്രവാചകന്റെ കൽപ്പനയനുസരിച്ച് അദ്ദേഹം മരണപ്പെട്ട സ്ഥലത്ത് തന്നെ അദ്ദേഹത്തെ മറവു ചെയ്തു. സുഹൃത്തുക്കളെ, ഈ മുറി വിശ്വാസികളുടെ മാതാവായ ആയിഷ ബീവിയുടേതായിരുന്നുവെന്നും അവർ ഈ അനുഗ്രഹീത മുറിയുടെ വടക്കുഭാഗത്താണ് താമസിച്ചിരുന്നതെന്നും ഓർക്കുക. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് മരണപ്പെട്ടപ്പോൾ ആയിഷ ബീവിയുടെ അനുവാദത്തോടെ അദ്ദേഹത്തെയും അല്ലാഹുവിന്റെ ദൂതന്റെ തൊട്ടടുത്ത് ഈ അനുഗ്രഹീത മുറിയിൽ മറവു ചെയ്തു. പ്രവാചകന്റെയും അബൂബക്കറിന്റെയും ഖബറുകൾക്കും ആയിഷ ബീവിയുടെ താമസസ്ഥലത്തിനുമിടയിൽ മതിലോ തടസ്സമോ ഉണ്ടായിരുന്നില്ലെന്ന് പറയപ്പെടുന്നു. ആയിഷ ബീവി പറയുന്നു, അനുഗ്രഹീത മുറിയിൽ ഒരു വശത്ത് ഭർത്താവും മറുവശത്ത് പിതാവുമായിരുന്നു. അതിനാൽ അവർക്ക് ഹിജാബിന്റെ ആവശ്യം തോന്നിയില്ല. ഉമർ ഫാറൂഖ് മരണപ്പെടുകയും അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്തായി പ്രവാചകന്റെ അറയിൽ മറവു ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ ആയിഷ ബീവി തന്റെ താമസസ്ഥലത്തിനും ഖബറുകൾക്കുമിടയിൽ ഒരു മറ ഒരുക്കി. കാരണം ഉമർ ഫാറൂഖ് ഒരു മഹ്റമായിരുന്നില്ല. അതിനാൽ അദ്ദേഹത്തിന്റെ മരണശേഷവും ആയിഷ ബീവി ഈ നിഷ്ഠ പാലിച്ചു. അനുഗ്രഹീത അറയിലെ മാറ്റങ്ങളുടെ കാര്യത്തിൽ ഇരു ഹറമുകളുടെയും ഭരണകൂടമനുസരിച്ച് പ്രവാചകന്റെ അറയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. ഉമർ ഫാറൂഖാണ് ആദ്യമായി മാറ്റം വരുത്തിയത്. ഹിജ്റ 17 അദ്ദേഹം അറയുടെ തടിത്തൂൺ മാറ്റി പകരം മതിൽ പണിതു. രണ്ടാമത്തെ മാറ്റം ഹിജ്റ 88 മുതൽ 91 വരെയുള്ള വർഷങ്ങളിൽ വലീദ് ബിൻ അബ്ദുൽ മാലിക്കാണ് നടത്തിയത്. അദ്ദേഹം മസ്ജിദുൻ നബവി സന്ദർശിക്കാൻ വന്നിരുന്നു. ആ അവസരത്തിൽ വലീദ് ബിൻ അബ്ദുൽ മാലിക് പ്രവാചകന്റെ അറ പുനർനിർമ്മിച്ചു. കറുത്ത കല്ലുകളാണ് അതിലുപയോഗിച്ചത്. അറയുടെ വിസ്തീർണം അല്ലാഹുവിന്റെ ദൂതന്റെ കാലത്തുള്ളതുപോലെ തന്നെ നിലനിർത്തി. തുടർന്ന് അനുഗ്രഹീത അറയ്ക്ക് ചുറ്റും പഞ്ചഭുജാകൃതിയിലുള്ള ഒരു മതിൽ നിർമ്മിച്ചു. അറയ്ക്ക് കാബയുമായി സാദൃശ്യമുണ്ടാകരുത് എന്നതായിരുന്നു ഇതിന്റെ ഉദ്ദേശം. കാബയ്ക്ക് 4 മൂലകളാണുള്ളത്. അതിനാൽ അനുഗ്രഹീത അറയുടെ രൂപം കാബയിൽ നിന്ന് വ്യത്യസ്തമായി നിലനിർത്തുന്നതിനായി 5 മൂലകളോടെ നിർമ്മിച്ചു. സുഹൃത്തുക്കളെ, പച്ച ഗുബ്ബയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന ഖബറ് പോലെയുള്ള ഈ അടയാളത്തെക്കുറിച്ചും അത്ഭുതത്തെക്കുറിച്ചും ഇനി ഞങ്ങൾ നിങ്ങളോട് പറയും. ഇത് ഉയർന്നു നിൽക്കുന്ന ഖബർ പോലെയുള്ള ഒരടയാളമാണ്. ഈ അടയാളവുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തമായ 2 സംഭവങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് പ്രശസ്തമായ ആദ്യത്തെ സംഭവം ആയിഷ ബീവിയുടെ കാലത്തെ ഒരു നിവേദനമാണ്. ഇത് സുനൻ അൽ ദാരിമി വാല്യൂം 15 ഹദീസ് നമ്പർ 92 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഔസ് ബിൻ അബ്ദുള്ള നിവേദനം ചെയ്യുന്നു, മദീനയിലെ ജനങ്ങൾ വരൾച്ച ബാധിതരായി. മദീന മുനവ്വറയിൽ കടുത്ത വരൾച്ചയും ഉണക്കവുമുണ്ടായി. മദീനയിലെ ജനങ്ങൾ ഇക്കാര്യം ആയിഷ ബീവിയോട് പറഞ്ഞു. അവർ പറഞ്ഞു, പോകൂ,
പ്രവാചകന്റെ ഖബറിനു മുകളിൽ ഒരു മേൽക്കൂരയുണ്ട്. അതിലൊരു ദ്വാരമുണ്ടാക്കുക. അതിനുശേഷം മൃഗങ്ങൾ മേഞ്ഞു തടിക്കുന്നത് തരത്തിൽ ഭൂമി പച്ചപിടിക്കത്തക്കവിധം ധാരാളം മഴ പെയ്തു. ഈ കാരണത്താൽ അറബികൾ ആ വർഷത്തെ ആമുൽ ഫ്രതഖ് എന്ന് വിളിച്ചു, അഥവാ പച്ചപ്പും സമൃദ്ധിയുമുള്ള വർഷം. സുബ്ഹാനല്ലാ. ഈ അടയാളത്തെ സംബന്ധിച്ച് പ്രശസ്തമായ രണ്ടാമത്തെ സംഭവം, ഇന്നും ഈ ജനൽ ആയിഷ ബീവിയുടെ കാലത്ത് നിർമ്മിച്ച അതേ ജനൽ തന്നെയാണെന്നോർക്കുക. കാലക്രമേണ ചില മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും ഈ ജനൽ അന്നുണ്ടായിരുന്നതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഒരിക്കൽ മദീന മുനവറയിൽ ഒരു പ്രാവ് ഇതേ ജനാലയിലൂടെ പ്രവാചകന്റെ അറയ്ക്കുള്ളിൽ പ്രവേശിച്ചു. പ്രാവ് ഉള്ളിൽ പോയപ്പോൾ അത് അവിടെ വെച്ചു ചത്തു. ചത്ത പ്രാവിനെ പ്രവാചകന്റെ അറയിൽ നിന്ന് പുറത്തെടുക്കേണ്ടി വന്നപ്പോൾ പ്രാവിനെ എങ്ങനെ പുറത്തെടുക്കണമെന്നും ആരെ ഉള്ളിലേക്ക് അയക്കണമെന്നും മദീനയിലെ ജനങ്ങൾ അവിടെയുള്ള വലിയ പണ്ഡിതന്മാരോടും ഫക്കീഹുകളോടും കൂടിയാലോചിച്ചു. പാപങ്ങളിൽ നിന്ന് പരിശുദ്ധനായ, ജീവിതത്തിൽ ഒരിക്കലും പാപം ചെയ്യാത്ത ഒരാൾ മാത്രമേ പ്രവാചകന്റെ അറയിൽ പ്രവേശിച്ച് പ്രാവിനെ പുറത്തെടുക്കാവൂ എന്ന് പണ്ഡിതന്മാർ വിധി നൽകി. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ദൂതന്റെ പുണ്യ ഖബറിനടുത്തേക്ക് പോകേണ്ട വ്യക്തി പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തനും പരിശുദ്ധനും പാപമില്ലാത്തവനുമായിരിക്കണമെന്നത് വ്യക്തമാണ്. അപ്പോൾ മദീനയിലെ ഭരണകൂടം പറഞ്ഞത്, ഒരു നല്ല കുടുംബത്തിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന മാന്യമായ ഒരു കുടുംബത്തിൽ നിന്ന് 4 അല്ലെങ്കിൽ 5 വയസ്സുള്ളൊരു കുട്ടിയെ അന്വേഷിക്കുമെന്നാണ്. അങ്ങനെ ഒരു കുടുംബത്തെ കണ്ടെത്തുമെന്നും ആ കുടുംബത്തിൽ നിന്ന് 4-5 വയസ്സുള്ള ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുമെന്നും അവർ പറഞ്ഞു. 4-5 വയസ്സുള്ള ഒരു കുട്ടിക്ക് പാപങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും അതിനാൽ അത്തരം കുട്ടിയെ ഉള്ളിലേക്ക് അയക്കാമെന്നും ഭരണകൂടം കരുതി. തുടർന്ന് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ഭക്തിയുള്ളവരും നീതിമാന്മാരും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുമായ ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്തു. ആ കുടുംബത്തിൽ നിന്ന് 4 മുതൽ 5 വയസ്സുവരെ പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയെ തിരഞ്ഞെടുത്തു. പ്രവാചകന്റെ അറയിൽ കയറി പ്രാവിനെ പുറത്തെടുക്കണമെന്ന് കുട്ടിയോട് പറഞ്ഞു. കുട്ടിയെ ഉള്ളിലേക്ക് അയക്കുകയും പ്രാവുമായി പുറത്തിറങ്ങുകയും ചെയ്തപ്പോൾ പുറത്തിറങ്ങിയ നിമിഷം അവൻ 3 തവണ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, അല്ലാഹുവാണേ സത്യം, ജനങ്ങളെ, ഞാൻ അല്ലാഹുവിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു, അറയ്ക്കുള്ളിൽ ഞാൻ അല്ലാഹുവിന്റെ ദൂതനെ കണ്ടു. സുഹൃത്തുക്കളെ, പ്രവാചകൻ തന്റെ ഖബറിൽ ജീവിച്ചിരിപ്പില്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള തെളിവാണിത്. അത്തരം ആളുകളോട് കുട്ടിയുടെ ഈ അനുഭവം എത്തിച്ചു കൊടുക്കുക. അല്ലാഹുവിന്റെ ദൂതനായ മുഹമ്മദ് നബി തന്റെ പുണ്യ ഖബറിൽ ജീവിച്ചിരിക്കുന്നുവെന്നും ഇന്നും നമ്മുടെ അപേക്ഷകളും സ്വലാത്തുകളും സലാമുകളും കേൾക്കുന്നുണ്ടെന്നും അവരോട് പറയുക. സ്വന്തം കണ്ണുകൊണ്ട് അല്ലാഹുവിന്റെ ദൂതനെ കണ്ട ആ കുട്ടി എത്ര ഭാഗ്യവാനാണ്! സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്. സുഹൃത്തുക്കളെ, ഖബർ പോലെയുള്ള ഈ ജനലിന്റെയും പ്രവാചകന്റെ അറയ്ക്കുള്ളിൽ നടന്ന അത്ഭുത സംഭവത്തിന്റെയും സത്യമിതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ അല്ലാഹ് ഹാഫിസ്. യാ അല്ലാഹ്, ആകാശഭൂമികളുടെ നാഥ, മറഞ്ഞതും തെളിഞ്ഞതും അറിയുന്നവനെ, ഓരോ ഹൃദയമിടിപ്പും ഓരോ ശ്വാസവും ഉടമപ്പെടുത്തിയവനെ, പ്രതീക്ഷ നിറഞ്ഞ ഹൃദയത്തോടും ആവശ്യങ്ങൾ നിറഞ്ഞ ആത്മാവോടും കൂടി ഞാൻ നിനക്കരികിലേക്ക് മടങ്ങുന്നു. യാ അല്ലാഹ്, സമാധാനം നൽകുന്ന നിന്റെ നാമങ്ങളാൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതിരില്ലാത്ത നിന്റെ കാരുണ്യത്താൽ, ഒരിക്കലും പിഴക്കാത്ത നിന്റെ ജ്ഞാനത്താൽ, ഒന്നിനും ചെറുക്കാൻ കഴിയാത്ത നിന്റെ ശക്തിയാൽ എന്നെ വഴി നടത്തണമേ, എന്നെ സംരക്ഷിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. യാ അല്ലാഹ്, എൻ്റെ ഹൃദയത്തിൽ വെളിച്ചവും എൻ്റെ മനസ്സിന് വ്യക്തതയും എൻ്റെ ഉദ്ദേശങ്ങളിൽ ആത്മാർത്ഥതയും എൻ്റെ പ്രവൃത്തികളിൽ പരിശുദ്ധിയും നൽകണമേ. അറിഞ്ഞോ അറിയാതെയോ പരസ്യമായോ രഹസ്യമായോ ഞാൻ ചെയ്തുപോയ എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ. കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും എന്നെ എനിക്ക് വിട്ടുതരക്കില്ലേ. യാ അല്ലാഹ്, നിന്റെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും ഉപജീവനത്തിൻ്റെയും വാതിലുകൾ എനിക്കായി തുറന്നു തരണമേ. ഞാൻ നേരിടുന്ന ഓരോ പ്രയാസവും നിനക്കരികിലേക്ക് എന്നെ എത്തിക്കുന്ന വഴിയാക്കണമേ. നീ മാത്രമാണ് അവശേഷിക്കുന്നവൻ എന്ന ഓർമ്മപ്പെടുത്തലായി ഓരോ നഷ്ടത്തെയും മാറ്റണമേ. ഓരോ കണ്ണുനീർത്തുള്ളിയും എനിക്ക് അനുകൂലമായ സാക്ഷിയാക്കണമേ. ഒരാത്മാവിനും മറ്റൊരാത്മാവിനെ സഹായിക്കാൻ കഴിയാത്ത ആ ദിവസത്തിൽ യാ അല്ലാഹ്, എന്നിലുള്ള തിന്മകളിൽ നിന്നും, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്നും, ജനങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്നും, ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കണമേ. എല്ലാ ദിശകളിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കാൻ മലക്കുകളെ എനിക്ക് ചുറ്റും നിയോഗിക്കണമേ. എൻ്റെ അവസാന ശ്വാസം വരെ നിന്റെ നേരായ പാതയിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണമേ. യാ അല്ലാഹ്, വിശുദ്ധ ഖുർആനെ എൻ്റെ ഹൃദയത്തിൻ്റെ വെളിച്ചവും എൻ്റെ മുറിവുകൾക്ക് ശമനവും എൻ്റെ വിഷമങ്ങൾ നീക്കുന്നതും എൻ്റെ രാത്രികളിലെ വഴികാട്ടിയും എൻ്റെ ആത്മാവിൻ്റെ കൂട്ടുകാരനും ആക്കണമേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.